കേരളത്തിലൊരു കേന്ദ്ര സർക്കാർ ജോലി 12,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. SSC CGL നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ അപേക്ഷ തുടങ്ങുന്നതിൻ്റെ ഏകദേശം ദിവസങ്ങൾക്ക് മുമ്പും അതുപോലെ തുടങ്ങിയതിന് ശേഷമൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യണം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ PDF മെറ്റീരിയൽ, ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ജോലികളാണ് ഇതിൽ വരുന്നത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. സോ ഈ കാണുന്നതാണ് നമ്മുടെ PDF മെറ്റീരിയൽ എന്ന് പറയുന്നത്. SSC CGLൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ അടങ്ങിയിട്ടുള്ള PDF മെറ്റീരിയലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ സിലബസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ മറ്റൊരു അഡീഷണൽ സിലബസിൻ്റെ എക്സാക്ട് എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അതിൻ്റെ ഒരു മെറ്റീരിയലും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതും കൂടി ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ റീസണിങ് ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ആകെ നിങ്ങൾക്ക് പരീക്ഷയിൽ 100 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഏകദേശം 800 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് ഇതെന്ന് നമുക്കറിയാം. അതിൻ്റെ ചോദ്യമുണ്ട്, അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്, എക്സ്പ്ലനേഷൻ, ആൻസർ എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻസർ, എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ റീസണിങ്ങിൽ വരുന്ന SSC CGL ടൈപ്പിൽ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇവിടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഹൂ സിറ്റ്സ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് H എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെ കാണാമെന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ഇത്രയും എക്സ്പ്ലനേഷനാണ് വരുന്നത്. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും, അതിൻ്റെ ആൻസറും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ആ തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, എങ്ങനെ കോഡ് ചെയ്യും കാര്യങ്ങൾ, അത് ഇത്രയും കൊടുത്തത് കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്ത് GKൻ്റെ ക്വസ്റ്റ്യൻ ഓരോന്നോരോന്ന് നമ്മൾ കവർ ചെയ്ത് വന്ന് പിന്നെ പോകുന്നത് നമ്മുടെ ക്വാണ്ടിറ്റിയിലേക്കാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ചോദ്യം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മൾ ഏറ്റവും താഴെ 515 പേജിൽ 516ഓളം പേജുകളുള്ള PDF മെറ്റീരിയലാണിത്. അതിൻ്റെ ലാസ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇങ്ങനെ എല്ലാ സിലബസിൽ ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇതാണ് എക്സാം മാതൃകയിലുള്ള ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ടയർ 1 എക്സാമിനേഷൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25 ചോദ്യം 50 മാർക്കിന്, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 100 ചോദ്യങ്ങളാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. പിന്നെ 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. സെക്ഷണൽ ടൈം ഉണ്ട്. ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ 15 മിനിറ്റ്. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ സിലബസ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യേണ്ട വേ കൂടി നമുക്ക് നോക്കാം. സോ ഇത് നമ്മുടെ സ്റ്റോറാണ്. ഈ സ്റ്റോർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു എമൗണ്ടിന് CGLൻ്റെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ PDFൻ്റെ സക്സസ് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു സംഭവം വെച്ചിട്ട് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എവിടെയും CGL പോലുള്ള പരീക്ഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എവിടെയും കിട്ടത്തില്ല. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ സക്സസ് റേറ്റും അറിയാം. അതുകൊണ്ട് ഇത്രയും ചുരുങ്ങിയ വിലയ്ക്ക് ലഭിച്ചതാണ്. അത്രയേ വിലയുള്ളൂ എന്ന് കരുതരുത്. 300-400 രൂപേൻ്റെ മുകളിൽ വിലയുള്ള സാധനമാണിത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു റേറ്റിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. ഇതിന് എത്ര ദിവസം എടുത്തു നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാനായിട്ട്. മാസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു നമ്മുടെ ടീം മുഴുവൻ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്പം കൂടി സമയം തരണം, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. എത്രമാത്രം ഉദ്യോഗാർത്ഥികൾ ഇതിന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് നമ്മളും ഇടണം എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു ടൈപ്പിൽ, അതും ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിക്കെ ഇവിടുന്ന് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. എല്ലാമാണ് ഇത് നമ്മുടെ ടീമിൻ്റെ നമ്പറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെയും കൊടുത്തിട്ടുണ്ട്. അവിടെ ടീമിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ടീമിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. 159 രൂപ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ടീമിന് മെസ്സേജ് അയച്ചാൽ മതി. അല്ല ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇത് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. സോ നമ്മൾ പറഞ്ഞു തന്നതുപോലെ തന്നെ SSCൻ്റെ CGL എക്സാമിനേഷൻ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിരിക്കുകയാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 22/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പലരും വിചാരിക്കും എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മെറ്റീരിയലും അതുപോലെ ലാസ്റ്റ് ഡേറ്റും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആയെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത്. പലരും അപേക്ഷിക്കാൻ നോക്കിയിട്ട്, എൻ്റെ അറിയുന്നവർ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ അപേക്ഷിക്കാൻ നോക്കിയിട്ട് 15-ാം തീയതിക്ക് ഇപ്പുറം ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരുന്നു. നമ്മുടെ SSC GDൻ്റെ അപ്ഡേറ്റ് വരുന്നു, അതുപോലെ ഡൽഹി പോലീസിൻ്റെ അപ്ഡേറ്റ് വരുന്നു. ഈ അപ്ഡേറ്റ് ഒക്കെ സൈറ്റിൽ വന്നപ്പോൾ ഒരുപാട് പേര് സൈറ്റിൽ കയറാൻ പറ്റാത്ത പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഇന്നും അതുപോലെ തന്നെ നാളെക്കുള്ളിലായിട്ട് ഇന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യുക. സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ മാക്സിമം അപ്ലൈ ചെയ്യുക.
സോ നാളെ രാത്രി ഏകദേശം 11 മണിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 22/6/2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോൾ 22-ാം തീയതി കാണുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ 23/6/2026 വരെ ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വിൻഡോ എന്തെങ്കിലും തെറ്റുകൾ ഇതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട് അത് തിരുത്താനായിട്ട് 29/6/2026 മുതൽ 1/7/2026 വരെ തെറ്റ് തിരുത്താനുള്ള സമയവും നൽകുന്നുണ്ട്. പരീക്ഷ നമുക്ക് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 ഈ മാസങ്ങളിൽ ഒന്നിലായിരിക്കും പരീക്ഷ നമുക്ക് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയും സെപ്റ്റംബറിൻ്റെ ഒരു ആദ്യ വാരത്തോടു കൂടിയൊക്കെ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് താഴെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനുള്ള, അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ മറ്റെങ്ങും ലഭിക്കാനുള്ള സാധ്യതയില്ല. 800ഓളം ചോദ്യങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഹൈ ചാൻസ് പ്രോബബിലിറ്റി ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കുറവാണെന്ന് കരുതി അത് പഠിക്കാതിരിക്കരുത്. പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം. നിങ്ങൾ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഇത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ പഠിച്ചിരിക്കണം. പിന്നെ അത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഡിസംബർ 2026 സെക്കൻഡ് സ്റ്റേജ് എക്സാം നടത്താനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള നിലവിൽ. സോ നമുക്കിതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ വന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, സെൻട്രൽ കേഡർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കേഡർ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഉൾപ്പെടെ അവിടെ വരും. അങ്ങനെ സെൻട്രലും സ്റ്റേറ്റ് കേഡർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. 18 to 30 വയസ്സ് വരെ അപേക്ഷിക്കാം. സാലറി ഇവിടെ കാണാൻ സാധിക്കും. വിവിധ പോസ്റ്റിന് മാറുന്നുണ്ട്. 1,51,100 വരെയൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ വിവിധ മിനിസ്ട്രീസിലേക്ക് വാരിയസ് മിനിസ്ട്രീസിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ IBയിലുണ്ട്, മിനിസ്ട്രി ഓഫ് റെയിൽവേയിലുണ്ട്, പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്, ആർമഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മൾ ഏറെ സ്വപ്നം കാണുന്ന യൂണിഫോം പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളാണ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ CBIയും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെയും ഷോർട്ട് ഫോം CBI എന്ന് തന്നെയാണ് വരിക. അത് കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തപ്പം ഒരു സുഹൃത്തിന് അത് അറിയാതെ CBI മാത്രമേ CBI എന്ന് പറയത്തുള്ളൂ. എല്ലാവരും ആ ഒരു രീതിയിൽ വിചാരിക്കുക. അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അത് രണ്ടും ഏകദേശം ഷോർട്ട് ഫോം സെയിം ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഈ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തിന് അറിവില്ലാതെ പറഞ്ഞതായിരിക്കാം, അതിനെക്കുറിച്ച് അറിയാതെ പറഞ്ഞതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്പെക്ടർ പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലൊക്കെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വിവിധ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ നിരവധി സമയം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നോക്കി മനസ്സിലാക്കാം. എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരില്ല. പിന്നെ SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലുള്ളവ് ലഭിക്കും. ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൻ്റെ വിവിധ യോഗ്യതകളാണ് പറയുന്നത്. മിനിമം ഒരു ഡിഗ്രി ഉള്ളവർക്ക് എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ മുമ്പോട്ടേക്ക് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്കും കിടക്കാം. സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഡിഗ്രി വേണം. അതുപോലെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. ഡിസേബിൾ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിസേബിൾ ഉള്ളവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫീസറാണ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അക്കൗണ്ടിങ്സുമായിട്ട് പഠിച്ചവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പിന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ കാണാൻ സാധിക്കും. ഇത് സെൻട്രൽ കേഡറാണ്. സ്റ്റേറ്റ് കേഡറിനും ഏകദേശം ഡിഗ്രിയും പിന്നെ ഇവിടെ പറയുന്ന റീജിയണൽ ലാംഗ്വേജിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ കേരളത്തിൽ മലയാളമാണ്, അതിലുള്ള അറിവ് വേണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ കാണാൻ സാധിക്കും. അതിന് ബാച്ചിലർ ഡിഗ്രിയും പിന്നെ റീജിയണൽ ലാംഗ്വേജിലുള്ള സ്റ്റേറ്റ് കേഡർ ആകുമ്പോൾ റീജിയണൽ ലാംഗ്വേജിലുള്ള അറിവും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. പിന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. അതിന് ബാച്ചിലർ ഡിഗ്രി 60% മാർക്കോട് കൂടി വേണം. +2 ലെവലിൽ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവുന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ 1 ഓഫ് ദി സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്യാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ്. ബാച്ചിലർ ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഡെമോഗ്രാഫി, അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റഡീസ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച്, അല്ലെങ്കിൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇവിടെ ഒരുപാട് ഇത് പറയുന്നുണ്ട്, സ്ട്രീം പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇനി ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും CBI ആവട്ടെ, IB ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ആർമഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ആവട്ടെ, എല്ലാത്തിലും അപേക്ഷിക്കാനായിട്ട് വെറും ഒരു ഡിഗ്രി മതി, വേറെ ഒന്നും വേണ്ട. ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി MBBS ഉണ്ടെങ്കിലും അതുപോലെ തന്നെ BTech ഉണ്ടെങ്കിലും എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും കൂടി ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് SSCൻ്റെ വെബ്സൈറ്റ് വഴിയാണ്, അല്ലെങ്കിൽ SSCൻ്റെ തന്നെ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് iOSൽ ആപ്പിളിൻ്റെ ഫോണിലൊന്നും ലഭ്യമാവത്തില്ല, ലഭിക്കത്തില്ല, ആപ്പ് സ്റ്റോറിൽ ലഭിക്കത്തില്ല എന്ന് തോന്നുന്നു. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാവരും അടക്കേണ്ട. SC ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്കായിരിക്കും ഫീസ് വരിക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക.
ഇനി നമുക്ക് കേരളത്തിലുള്ള പരീക്ഷാ സെൻറ്ററിൽ കൂടി ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, അതുപോലെ തിരുവനന്തപുരം, കണ്ണൂർ, പിന്നെ ഇത് നമ്മുടെ ലക്ഷദ്വീപിലുള്ള കുട്ടികൾക്കുള്ളതാണ്. അവർക്കുള്ള ഒരു എക്സാം സെൻറ്റർ. ഇത്രയും സെൻറ്ററിൽ വെച്ചിട്ടാണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ലാസ്റ്റ് ഡേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്തതാണ്. സോ ഇതിൻ്റെ എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, PDF-ൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ സെക്ഷണൽ ടൈമർ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഭാഗം അറ്റൻഡ് ചെയ്യാൻ 15 മിനിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ അവെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് മെറ്റീരിയൽ വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ മെസ്സേജ് അയക്കേണ്ട ലിങ്കുമെല്ലാം നിങ്ങൾക്ക് താഴെ ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റിന് പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.